ഗ്രാൻഡ്മ എന്താ ഇപ്പൊ എന്റെ കൂടെ കളിക്കാൻ വരാത്തെ? ഗ്രാൻഡ്മക്ക് അറിയോ പുതിയതായിട്ട് വന്ന ടീച്ചറിന്റെ പേര് തൃഷ എന്നാ. എന്റെ കൂടെ ഫ്രണ്ടാവും പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ടീച്ചറിനെ ഇഷ്ടമല്ല. അമ്മയുടെ കൂടെയൊക്കെ നല്ല കൂട്ടായി. എനിക്ക് കൂട്ടായി ഗ്രാൻഡ്മ മാത്രം മതി. ഗ്രാൻഡ്മ, അതെ, ഞാനൊരു സീക്രട്ട് പറയട്ടെ. അടുത്തേക്ക് വാ. ആ ടീച്ചറെ എങ്ങനെങ്കിലും ഇവിടെ നോട്ടിക്കണം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണേ, മറക്കരുതേ. പ്രോമിസ്? താങ്ക് യു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നാളെ വരാം. ഓക്കെ, ബൈ. അറിയാലോ മാഡം, നേരിട്ട് വന്നൊന്ന് സംസാരിച്ചാ. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സാക്ഷി പറഞ്ഞ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് പേടിയുണ്ട് അവർക്ക്. മാഡം അവരെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചാൽ ഒരു പക്ഷെ അവർ നമ്മുടെ കൂടെ നിൽക്കും. അവരെ ഓഫീസിലേക്ക് വരാൻ പറയൂ, നോക്കാം. മാഡം, ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ വിറ്റ്നസ് ലിസ്റ്റിലുള്ള കാർ ഡ്രൈവർ അയാൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ആ സെക്യൂരിറ്റി ഓഫീസർ ഇപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. അയാളുടെ ഫാമിലി എല്ലാം അവിടെയാണ് മാഡം. കോയമ്പത്തൂരാ? ബട്ട് ശ്വേത, ഹി ഈസ് അവർ പ്രൈം വിറ്റ്നസ്. മാഡം, അയാളുടെ ഫാമിലി എല്ലാം അവിടെയാണുള്ളത്. മാഡം ഫ്രീ ആയാൽ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ടീച്ചറാണല്ലോ ഇന്ന് ലേറ്റ്. സ്റ്റുഡന്റ് നേരത്തെ എത്തിയല്ലോ. എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി, സോറി. ശരി, ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ മാം. നിക്കി, ടീച്ചർ, ഇന്ന് ടീച്ചറാണ് ലേറ്റായി വന്നിരിക്കുന്നത്. 10 to 11 എന്റെ പ്ലേ ടൈം ആണ്. ടീച്ചർ, ഇന്നലെ നെറ്റ് ടീച്ചർ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് ഇന്ന് ലേറ്റായി വന്നതല്ലേ? വിഷമിക്കണ്ട, ഇനി അങ്ങോട്ട് ഉറക്കമേ കാണില്ല. നാളെ എനിക്ക് കോയമ്പത്തൂർ വരെ പോകേണ്ടി വരും. ഞാൻ പോയ ഇവിടെ എങ്ങനെയാ ഇവിടെ മാനേജ് ചെയ്യാന്ന് അറിയില്ലല്ലോ. എങ്ങനെയാ മാനേജ് ചെയ്യാന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിക്കിയെ ഞാൻ നോക്കിക്കോളാം. എല്ലാത്തിനും എന്തിനാ മമ്മി പോന്നെ? അസിസ്റ്റന്റിനെ വിട്ടാ പോരെ? ഇതൊട്ടും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു ട്രിപ്പാണ് മോളെ. നിനക്ക് കൂട്ടായിട്ട് ഇവിടെ ടീച്ചർ ഉണ്ടല്ലോ. എന്നാ ടീച്ചറിനെ കൂടെ കൊണ്ടുപോയിക്കോ. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. നിക്കി, അവൾ അങ്ങനെ പറയുള്ളൂ. 2 ദിവസത്തെ കാര്യമല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. താങ്ക്സ്.
ഹലോ ശ്വേത, മാഡം. നാളെ രാവിലത്തെ കാര്യം മറക്കല്ലേ പ്ലീസ്. ഷോ മാഡം. മോള് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വരുന്നത്. ഓ, നിക്കിയെ ടീച്ചർ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ കേസ് ഫയലിന്റെ കോപ്പി നാളെ വെച്ചോളൂ കയ്യില്. ഷോ മാഡം, ഐ വിൽ ഡു. കറക്റ്റ് ടൈം വന്നോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഏയ് നിക്കി, ബാ. ഇന്ന് ഞാൻ മമ്മിയുടെ കൂടെയാ കിടക്കാൻ പോന്നേ. ആ എന്തു പറ്റി? ഞാൻ എത്ര വിളിച്ചാലും നീ വരാറില്ലല്ലോ. മമ്മി, നാളെ ഞാനും കൂടെ വരട്ടെ. ഓ, അപ്പൊ അതാണോ കാര്യം? ഞാനും കരുതി പെട്ടെന്ന് എന്താ ഒരു സ്നേഹമെന്ന്. പറ മമ്മി, നാളെ ഞാനും കൂടെ വന്നോട്ടെ. കോയമ്പത്തൂർ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നറിയോ നിനക്ക്? വീട്ടിന്ന് ടൗൺ വരെ ട്രാവൽ ചെയ്താൽ തന്നെ നീ ഛർദിക്കും. പിന്നെ എങ്ങനെയാ കോയമ്പത്തൂരിലേക്ക് നീ വരുന്നത്? ഞാൻ ഛർദിക്കത്തില്ല, ഞാനും വരാം. 2 ദിവസത്തെ കാര്യമില്ലടക്കണ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. മമ്മിക്ക് വേണ്ടിയല്ലേ, പ്ലീസ്. ആ ടീച്ചറെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കോ. അപ്പൊ മോളെ ആര് നോക്കും? എന്നെ മായമ നോക്കിക്കോളും. മായം ഇവിടുത്തെ ജോലി തീർത്ത് വീട്ടിലേക്ക് പോകൂടാ. എന്നെ ആരും നോക്കണ്ട, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. എന്താ നിനക്ക് ആ ടീച്ചറോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം? ഇതിനു മുമ്പേ വന്നവരെക്കാളും നല്ല ടീച്ചറല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. നീ ഗ്രാൻഡ്മയെ പറ്റി പറഞ്ഞ് ആ ടീച്ചറെ പേടിപ്പിച്ച കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനാരും പേടിപ്പിക്കാൻ ട്രൈ ചെയ്തില്ല, ഗ്രാൻഡ്മയെ പേടിപ്പിച്ചേ. ഈ ഗ്രാൻഡ്മയുടെ കാര്യം വലിയ പ്രശ്നമായിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും പേടിച്ചോടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് മമ്മിക്ക് വിശ്വാസമില്ലെന്ന് അറിയാം. ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ വിശ്വാസം മോളെയാണ്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് മമ്മിക്കൊരു ദിവസം മനസ്സിലാക്കും. മമ്മിയുടെ മുമ്പിൽ വന്ന് മമ്മിയെ വിശ്വസിപ്പിക്കുമെന്ന് ഗ്രാൻഡ്മ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആഹാ, ആണോ? അപ്പൊ ഗ്രാൻഡ്മ നേരിട്ട് വരട്ടെ. ഇപ്പൊ നമുക്ക് ഉറങ്ങാം, ഓക്കേ? പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ടീച്ചർ പറയുന്നത് കേട്ട് ഗുഡ് ഗേൾ ആയിരിക്കണം. നീ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് ഫോൺ ചെയ്താൽ മതി. ടേക്ക് കെയർ. നിക്കി, ബൈ. ബൈ. ബൈ മമ്മി. ഹലോ, ബിസിയാണോ? ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര കോസ്റ്റ്ലി ഗിഫ്റ്റ് ഒന്നുമല്ല. നിനക്ക് ഇഷ്ടപ്പെടുമോന്നും അറിയത്തില്ല. ശരി, എന്നാ നീ കളിച്ചോ. ഞാൻ എന്നാ താഴെ കാണും. ഹലോ തൃഷ, ഞാൻ നിക്കിയെ വിളിച്ചിരുന്നു. അവൾ എടുക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? അവള് നേരത്തെ ഉറങ്ങി. ഞാൻ ഒപ്പം കിടക്കാന്ന് പറഞ്ഞതാ. അവള് കേട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി ശ്രദ്ധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.